Welcome back to our physics class. Today we are going to learn about the magnification produced by a concave or convex mirror. ഇപ്പോൾ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് കോൺകേവ് മിററിൻ്റെ ഫിഗറാണ്. ഈ കോൺകേവ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെയാണ് കോൺവെക്സിൻ്റെ മാഗ്നിഫിക്കേഷനും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് മാഗ്നിഫിക്കേഷൻ, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് വി ഹാവ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റും വേണം, ഒരു ഇമേജും വേണം. ഒബ്ജക്റ്റ് എന്താ, ഇമേജ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, വെൻ വി ആർ പ്ലേസിങ് എ ബേണിംഗ് കാൻഡിൽ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ ആൻ ഇമേജ് വിൽ ബി ഫോം അറ്റ് ദ സ്ക്രീൻ. ഓക്കെ, നമ്മൾ ഒരു ബേണിംഗ് കാൻഡിലിനെ നമ്മളൊരു കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ആ ബേണിംഗ് കാൻഡിലിൻ്റെ ഒരു ഇമേജ് ഇവിടെ ഇപ്പുറത്ത് കുറച്ച് ദൂരെയായിട്ട് ഫോം ചെയ്യും. ഇനി എപ്പോഴും ഇവിടെയല്ല ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവാൻ നമുക്കറിയാം, കാരണം പൊസിഷൻ മാറുന്നതിനനുസരിച്ച്. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ പൊസിഷനും ചേഞ്ച് ഉണ്ടാവും. ഈ കാര്യം നമുക്കറിയാവുന്നതാണ്. എനിവേ, മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം വിത്ത് സം എക്സാമ്പിൾ. ഓക്കെ, ലിസൺ. ദിസ് ഈസ് അവർ ഒബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ഒബ്ജക്റ്റ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ സേ 2 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, തൽക്കാലം ഞാനതിനെ വി ക്യാൻ റെപ്രസെൻറ്റ് HO. എച്ച് മീൻസ് ഹൈറ്റ്, O മീൻസ് ഒബ്ജക്റ്റ്. ദെർഫോർ HO, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് 2 സെൻറ്റിമീറ്റർ. ഇവിടെ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ 2 സെൻറ്റിമീറ്റർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യണം. കാരണം നമുക്കറിയാവുന്നതാണ്, മിററിൻ്റെ കേസിൽ പല ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോഴും അതിനകത്ത് പോസിറ്റീവ് ക്വാണ്ടിറ്റി, നെഗറ്റീവ് ക്വാണ്ടിറ്റി എന്നിങ്ങനെ പല ക്വാണ്ടിറ്റീസായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഇവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യത്ര മാത്രം പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഇതാണ് പോൾ എന്ന് പറയുന്നത്, അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും എടുക്കേണ്ടത് പോളിൽ നിന്നാണ്. ഓക്കെ, സാധാരണ നമ്മൾ എടുക്കുമ്പോൾ ഈ ഫോക്കൽ ലെങ്ത്ത്, അതുപോലെ തന്നെ എന്താ പറയുന്നുണ്ടാവുക, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതൊക്കെ പോളിൽ നിന്നാണ് നമ്മൾ എടുക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ടു ദ റൈറ്റ് സൈഡ്, ടു ദ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നതെങ്കിൽ, അതായത് പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എടുക്കുന്ന എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. പോളിൽ നിന്ന് അങ്ങോട്ട് എടുക്കുന്ന മെഷർമെൻറ്റ്, അതായത് റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന മെഷർമെൻറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യം അങ്ങനെയാണ്. ഇവിടെ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കാൻ നോക്കാം. ഇവിടെ ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ് നമുക്ക് ആവശ്യം. നോക്ക്, ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും മുകളിലേക്കാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും മുകളിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യേണ്ടത് പോളിൽ നിന്നാണ്. അത് ഏതൊക്കെ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫോക്കൽ ലെങ്ത്ത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഈ സംഗതികളാണ് പോളിൽ നിന്ന് മെഷർ ചെയ്യേണ്ടത്. ഇനി ഒബ്ജക്റ്റ് ഹൈറ്റ്, അത് പോളിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അത് എവിടുന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക? ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് എടുത്താൽ മതി, കാരണം അത് പോസിറ്റീവ് 2 തന്നെയാണ്. ഓക്കെ, നമ്മൾ 2 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്തെന്നെയാണ്? പോസിറ്റീവ് 2 എന്ന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ഇമേജ്. ഇമേജിൻ്റെ ഹൈറ്റ് ഞാനതിനെ HI എന്ന് കൊടുക്കുകയാണ്. ഹൈറ്റ് ഓഫ് ഇമേജ് നോക്കിയേ, ഇറ്റ് മസ്റ്റ് ബി മെഷർ ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ് ടു ദ ബോട്ടം. അല്ലെ, പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴേക്കാണ് നമ്മളതിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഒബ്ജക്റ്റ് മുകളിലേക്കാണ്, അതുപോലെ തന്നെ ഇമേജ് താഴേക്കാണോ മുകളിലേക്കാണോ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പല കേസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമേജസ് ആർ ഇൻവേർട്ടഡ്. ഇമേജ് ഇൻവേർട്ടഡ് ആണെങ്കിൽ, അതായത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴേക്കാണ് ഇമേജ് നിൽക്കുന്നതെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി നെഗറ്റീവ്. അപ്പോൾ അവിടെ നെഗറ്റീവ് കൊടുക്കണം. തൽക്കാലം ഞാൻ ഇതിൻ്റെ വാല്യൂ ഒരു 4 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുകയാണ്. ദെർഫോർ വി ഒബ്റ്റെയിൻ HI ഈസ് ഈക്വൽ ടു -4 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ടാണ് അവിടെ പ്ലസ് വന്നത്, എന്തുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. Every distance or every height which taken above the principal axis is taken as positive.
every distance or every height taken to the below the principal axis must be negative. Therefore HO is equal to 2 centimeter and HI is equal to 4 centimeter, but this distance or this height is below the principal axis, therefore we will put a negative sign there. Therefore we obtain HI is equal to minus 4 centimeter. Okay, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇനി നിങ്ങൾ ആ സൈന് മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. സൈൻ നമുക്ക് ആവശ്യമുണ്ട്, ബട്ട് ആ സൈൻ ജസ്റ്റ് ഒന്ന് മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, അത് അവിടെ കിടന്നോട്ടെ. എന്നിട്ട് ഒബ്ജക്റ്റിനേക്കാൾ എത്ര ടൈംസ് എൻലാർജ്ഡ് ആണ് ഇമേജ് എന്ന് ചിന്തിക്കുക. ജസ്റ്റ് ഈ മൈനസ് സൈൻ അവിടെ ജസ്റ്റ് ഇപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്, മാഗ്നിഫിക്കേഷൻ്റെ കേസിൽ നമുക്കത് ആവശ്യമുണ്ട്, ബട്ട് ഇപ്പോൾ ജസ്റ്റ് അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ വാല്യൂസ് മാത്രം നോക്കുക. 2 and 4 എന്നിട്ട് ചിന്തിക്കുക ഒബ്ജക്റ്റിനേക്കാൾ എത്ര ടൈംസ് എൻലാർജ്ഡ് ആണ് ഇമേജ്. ഹൗ മച്ച് ടൈംസ് ദ ഇമേജ് എൻലാർജ്ഡ് ദാൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനേക്കാൾ ഇമേജ് എത്ര ടൈംസ് എൻലാർജ്ഡ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ സൈസ് 2 സെൻറ്റിമീറ്റർ ആണ്, ഇമേജിൻ്റെ സൈസ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഒബ്ജക്റ്റിനേക്കാൾ 2 ടൈംസ് എൻലാർജ്ഡ് ആണ് ഇമേജ്, 2 ടൈംസ്. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഈ 2 ആണ് ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ. അപ്പം മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആൻ ഇമേജ് ഹൗ മച്ച് ടൈം എൻലാർജ്ഡ് ദാൻ ഒബ്ജക്റ്റ്. ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാൾ എത്ര ടൈംസ് എൻലാർജ്ഡ് ആണ്, അതാണ് മാഗ്നിഫിക്കേഷൻ. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, മാഗ്നിഫിക്കേഷൻ നമ്മൾ കാണുമ്പോഴും അതിന് പോസിറ്റീവ് സൈനോ നെഗറ്റീവ് സൈനോ ഉണ്ടായിരിക്കും. ഇമേജ് ഇൻവേർട്ടഡ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ മൈനസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മാഗ്നിഫിക്കേഷൻ നമുക്ക് എത്രയാണ് കിട്ടുന്നുണ്ടാവുക, -2 സെൻറ്റിമീറ്റർ എന്നാണ്. സോറി, മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ -2 എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് 4, ഇത് ഒബ്ജക്റ്റിൻ്റെ സൈസാണ് 4 സെൻറ്റിമീറ്റർ. ദെൻ സൈസ് ഓഫ് ഇമേജ്, ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ ആണ് ഇമേജ്. ഓക്കെ, ഇമേജ് ഇൻവേർട്ടഡ് ആയിരുന്നേ. ഇമേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവേർട്ടഡ് ആയിരുന്നു, റിയൽ ഇമേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ -20 എന്ന് കൊടുക്കണം, അത് മസ്റ്റാണ്. ഇനി നോക്ക്, ഹൗ മച്ച് ടൈം എൻലാർജ്ഡ് ദ ഇമേജ് ദാൻ ഒബ്ജക്റ്റ്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ എത്ര ടൈംസ് എൻലാർജ്ഡ് ആണ്. ഒബ്ജക്റ്റിൻ്റെ സൈസ് 4 സെൻറ്റിമീറ്റർ, ഇമേജിൻ്റെ സൈസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്ര ടൈംസ് എൻലാർജ്ഡ് ആയിരിക്കും നമ്മളുടെ ഇമേജ് എന്ന് പറയുന്നത്? 5 ടൈംസ്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നതാണ് മാഗ്നിഫിക്കേഷൻ. ബട്ട് ഇമേജ് ഇൻവേർട്ടഡാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമേജ് ഇവിടെ ഇൻവേർട്ടഡാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്താ ഉണ്ടാവുക? -5 സെൻറ്റിമീറ്റർ. ഇതാണ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്താണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതാണ്. മാഗ്നിഫിക്കേഷൻ മീൻസ് ദാറ്റ് the image how much times enlarged than object, which can be represented by a quantity. That quantity is called magnification. You want to do one thing, the magnification must have positive or negative. We will put the negative sign for inverted image and we put positive sign for the erect image. ആ ഒരു സംഗതി നിങ്ങളുടെ മനസ്സിനകത്ത് നന്നായിട്ടുണ്ടാവണം. ഓക്കെ, എനിവേ we have an equation for magnification from this idea. ഈ ഐഡിയാസിൽ നിന്ന് മാഗ്നിഫിക്കേഷന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ കേസിൽ മാഗ്നിഫിക്കേഷൻ -2 എന്നല്ലേ കിട്ടിയത്. ഈ 2നെയും -4നെയും എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് -2 കിട്ടുന്നുണ്ടാവുക? -4 ഡിവൈഡഡ് ബൈ 2 അല്ലേ? -4 ഡിവൈഡഡ് ബൈ 2. -4 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ഇമേജ്, HI. 2 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -2. -2 എന്ന് പറയുമ്പോൾ എന്താണ്? മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഈ 4ഉം -20യും വെച്ചിട്ട് -20യും 4നെയും നമ്മൾ എന്ത് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്താലാണ് -5 കിട്ടുന്നുണ്ടാവുക? -20 ഡിവൈഡഡ് ബൈ 4 അല്ലേ? -20 ഡിവൈഡഡ് ബൈ 4. -20 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ഇമേജ്. 4 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അത് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക? -5. യൂണിറ്റ് കൊടുക്കരുത്, മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഉണ്ടാവില്ല. Okay, therefore we obtain m. Okay, m means magnification. Okay, അപ്പോൾ മാഗ്നിഫിക്കേഷൻ അവിടെ കിട്ടുന്നത് -5 ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാഗ്നിഫിക്കേഷനിൽ ആലോചിക്കുക. therefore we can write the equation for magnification m is equal to hi by ho. hi by ho ഇതാണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇക്വേഷൻ ഒരിക്കൽ കൂടി, m is equal to hi divided by ho. This is the equation to find the magnification produced by a mirror. ഇനി ഇത് കോൺവെക്സിനും കോൺകേവിനും ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക, യാതൊരു മാറ്റമില്ല. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. അത് നമുക്ക് എക്സാമ്പിൾ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് ഇക്വേഷൻ? m ഈസ് ഈക്വൽ ടു -v by u. v means image distance, u means object distance. hiയും hoയും എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഹൈറ്റാണ്, ഉയരമാണ്. ബട്ട് വി യു എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുക. പോളിൽ നിന്ന് ഇതുവരെയുള്ള മെഷർമെൻ്റാണ് വി, പോളിൽ നിന്ന് ഇതുവരെയുള്ള മെഷർമെൻ്റാണ് യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിയും യുവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും hiയും hoയും തമ്മിലുള്ള ഡിഫറൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ho എന്ന് പറയുന്നത് ഹൈറ്റാണ്, വി ആൻഡ് യു എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മാഗ്നിഫിക്കേഷൻ ഹാസ് നോ യൂണിറ്റ്. മാഗ്നിഫിക്കേഷൻ എന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, മൈ ഡിയേഴ്സ്, നൗ വി വാണ്ട് ടു ഡു എ പ്രോബ്ലം ബേസ്ഡ് ഓൺ അവർ mirror formula and magnification. For that you have a problem here. Please read it carefully. First one, an object 4 cm in size. ഒബ്ജക്റ്റിൻ്റെ സൈസാണത്. അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒബ്ജക്റ്റിൻ്റെ സൈസ് മീൻസ് ഹൈറ്റാണ്. ഒബ്ജക്റ്റ് സൈസ് ഈസ് 4 cm. ഒബ്ജക്റ്റിൻ്റെ സൈസ് 4 cm ആണ്. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ സൈസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 4 cm. ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴും ഇറക്റ്റ് ആയിട്ടാണ് വെക്കുക, ഇമേജ് ആണ് ഇൻവേർട്ടഡ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ho ഈസ് ഈക്വൽ ടു 4 cm. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ദർ ഈസ് നോ നെഗറ്റീവ് സൈൻ, ഇറ്റ് മസ്റ്റ് പോസിറ്റീവ്. ആൻഡ് ഈസ് പ്ലേസ്ഡ് അറ്റ് 25 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇതിനകത്തുള്ള വാല്യൂസ് ഒക്കെ എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളുടെ ആ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടാവും. ഇപ്പോൾ ഇമേജ് ഫോർമേഷനൊക്കെ ഒരു ഫിഗർ ഉണ്ടാവും. ആ ഫിഗർ നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുക. കാരണം അത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം വളരെ ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫിഗർ ഒന്ന് ഡ്രോ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് പറയുന്നുണ്ട് കോൺകേവ് മിറർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ കോൺകേവ് മിററിനെ ജസ്റ്റ് ഇവിടെ വരഞ്ഞു വെക്കുക. കോൺകേവ് മിറർ. ഓക്കെ, ദിസ് ഈസ് അവർ കോൺകേവ് മിറർ. ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പോൾ. ഈ പോയിന്റിനെ നമ്മൾ പോൾ എന്ന് പറയും. ഓക്കെ, ഈ പോയിന്റിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയും. ഈ പോയിന്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഇനി ഓരോ പോയിന്റുകളും എത്ര സെൻറ്റിമീറ്റർ വിട്ടിട്ടാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓക്കെ, 25 cm വിട്ടിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. പക്ഷേ ഒബ്ജക്റ്റിൻ്റെ 25 ഇപ്പോൾ മാർക്ക് ചെയ്യേണ്ട, കാരണം ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാർക്ക് ചെയ്താൽ മതി. കാരണം ഫോക്കൽ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഈസ് 15 cm. ഫോക്കൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 15 cm. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 15 cm. ഈ പോയിന്റ് 15 cm, ഫോക്കൽ ലെങ്ത് 15 cm. ഫോക്കസ് 15 cm സി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക? 30 cm ആണ്. ആ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഫോക്കസിലേക്കുള്ള ലെങ്ത് എത്രയാണോ അതിൻ്റെ ഡബിൾ ആണ് എങ്ങോട്ട് ഉണ്ടാവുക? സെൻറ്റർ ഓഫ് കർവേച്ചറിലോട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 15 cm ആണെങ്കിൽ പോളിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് 30 cm ആയിരിക്കും. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇനി ഒബ്ജക്റ്റ് എവിടെയാണ് നോക്കാം. ഒബ്ജക്റ്റ് 25 ഇത് മുതൽ ഇതുവരെ 15 ആണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഒബ്ജക്റ്റ് വെക്കാൻ കഴിയില്ല, കാരണം 15 കഴിഞ്ഞ് 25 ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിന് 30 കഴിഞ്ഞിട്ടും വെക്കാൻ കഴിയില്ല, കാരണം ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 25. therefore we can place the object is here. ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇറ്റ് ഈസ് അറ്റ് 25 cm. ഈ ഒരു പോയിൻ്റാണ് 25 cm എന്ന് പറയുന്നത്. ഏകദേശം, പക്ക കറക്റ്റ് അല്ല, ഏകദേശം 25 cm എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ,
ഇവിടെ എഫിൻ്റെയും സിൻ്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക സീൻ്റെയും അപ്പുറത്ത് സ്ക്രീനിൽ ഒരു റിയൽ ഇമേജാണ് ഫോം ചെയ്യുക. അത് നമുക്കറിയാവുന്നതാണ്. കോൺകേവ് മിററിൻ്റെ കേസിൽ ഫോക്കസ് വരെ റിയൽ ഇമേജാണ് ഫോം ചെയ്യുക. ഫോക്കസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വെച്ചാൽ കിട്ടുന്ന ഇമേജ് വെർച്വൽ ആയിരിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റ് എവിടെയായിരിക്കുന്നത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സീൻ്റെയും എഫിൻ്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് റിയൽ ഇമേജാണ്. ആ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നുണ്ടാവുക? സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും കുറച്ചിപ്പുറത്തായിട്ടാണ് ആ ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഷുഡ് ബി എ സ്ക്രീൻ പ്ലേസ്ഡ്. എന്തിനാണ് നമ്മൾ സ്ക്രീൻ പ്ലേസ് ചെയ്യുന്നത്? ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്രീൻ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടെയാണ് ഇമേജ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്ക്രീനിലേക്കുള്ള പൊസിഷനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഇമേജ് ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ സൈസ് തന്നിട്ടുണ്ട്, ഞാനതവിടെ മാർക്ക് ചെയ്തു. HO ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അതിന് മൈനസ് കൊടുക്കേണ്ട, കാരണം അത് എബവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇനി ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്, അതായത് യു ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ യു ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. യുവിൻ്റെ വാല്യൂ നമ്മൾ നെഗറ്റീവ് കൊടുക്കണം, അത് ഞാൻ നേരത്തെ പറഞ്ഞു. യുവിൻ്റെ വാല്യൂ മസ്റ്റ് ബി നെഗറ്റീവ് 25 സെൻറ്റിമീറ്റർ. കോൺകേവ് മിറർ ആണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു -15 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ടാണ് മൈനസ് എടുത്തത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മളത് മൈനസ് ആക്കിയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, ദെൻ സ്ക്രീൻ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. സ്ക്രീൻ പ്ലേസ് ചെയ്യുന്ന പൊസിഷനിലാണ് ഇമേജ് കിട്ടുന്നുണ്ടാവുക. ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. പോരാ, അതിൻ്റെ നേച്ചർ എന്താ നമുക്ക് പറയണം. നേച്ചർ നമുക്കിപ്പോൾ തന്നെ പറയാം. നേച്ചർ എന്ന് പറയുമ്പോൾ റിയൽ ആണോ ഇൻവേർട്ടഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നേച്ചർ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ പറയുന്നുണ്ടാവുക? നേച്ചർ റിയൽ ഇമേജ് ആണ്, അതുപോലെ തന്നെ അത് ഇൻവേർട്ടഡ് ആണ്. അതാണ് നേച്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നേച്ചർ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. അതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, എന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കാം, ലാസ്റ്റ് അത് എഴുതാം. നേച്ചർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നേച്ചർ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, റിയൽ ഇൻവേർട്ടഡ് ആണ്. കാരണം ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഓക്കെ, ഫൈൻഡ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ജസ്റ്റ് എൻലാർജ്ഡ് എന്ന് പറയാം നമുക്ക്. ബട്ട് ഇതിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വാല്യൂ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അത് എത്ര ടൈംസ് എൻലാർജ്ഡ് ആണ്, അതിൻ്റെ കറക്റ്റ് സൈസ് എത്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമേജിൻ്റെ സൈസ് എന്ന് വെച്ചാൽ HI നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് 3 സംഗതികൾ നമുക്ക് തന്നിട്ടുണ്ട്. ബൈ യൂസിങ് ദീസ് 3 തിങ്സ് വി വാണ്ട് ടു ഫൈൻഡ് അനദർ 3 തിങ്സ്. നമുക്ക് 3 സംഗതികൾ ഉപയോഗിച്ച് അടുത്ത 3 സംഭവങ്ങൾ നമുക്ക് കണ്ടെത്തണം. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ എനിവേ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ഒബ്ജക്റ്റ് ഏത് ഡിസ്റ്റൻസിൽ വെച്ചാൽ എവിടെയാണ് ഇമേജ് കിട്ടുക, അതായത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. വി ഹാവ് ദ ഇക്വേഷൻ 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി വെക്കേണ്ടത്. 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. ഇവിടെ നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്, ആയതുകൊണ്ട് 1/vനെ അവിടെ നിർത്തുക, എന്നിട്ട് പ്ലസ് 1/uനെ ഇപ്പുറം കൊണ്ടുവരിക. അപ്പോൾ എന്താ കിട്ടുക? 1/v ഈസ് ഈക്വൽ ടു 1/vനെ അവിടെ നിർത്തി 1/uനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ ഇപ്പുറത്താരുള്ളത് 1/f മൈനസ് 1/u. ഓക്കെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/vനെ അവിടെ നിർത്തി 1/uനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ 1/f മൈനസ് 1/u എന്നാണ് കിട്ടുക. 1/f മൈനസ് 1/u ഈക്വൽ ടു 1/v. അതിനെ നേരെ നമുക്ക് 1/v ഈക്വൽ ടു 1/f മൈനസ് 1/u എന്ന് എഴുതാം. സിമ്പിളാണ്. 1/v ഈസ് ഈക്വൽ ടു 1/f മൈനസ് 1/u. ഓക്കെ, ഈസിയാണ്. ഇനി ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് വിക്കുള്ള ഇക്വേഷൻ അവിടുന്ന് കണ്ടെത്തണം. ഓക്കെ, 1/v ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു u മൈനസ് 1 ഇൻറ്റു f ഡിവൈഡഡ് ബൈ fu.
ഇനി നമുക്ക് ഇവിടുന്ന് 1/v ആണിത്. ഇതിന് നമുക്ക് v ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ v ഈസ് ഈക്വൽ ടു fu ഡിവൈഡഡ് ബൈ u മൈനസ് എഫ്. ഇനി ഓരോന്നിൻ്റെയും വാല്യൂസ് പ്രൊവൈഡ് ചെയ്യണം. v ഈസ് ഈക്വൽ ടു what is f? f is equal minus 15 into u is equal minus 25 divided by u ൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് 25 മൈനസ് ഈ മൈനസ് ഇട്ട് കൊടുത്തു. യുവിൻ്റെ വാല്യൂ മൈനസ് 25, ദെൻ ഈ മൈനസ് ഇവിടെ കൊടുത്തു. ഇനി എഫിൻ്റെ വാല്യൂ ഉണ്ട്, അതിനകത്തൊരു മൈനസ് ഉണ്ട്, എഫിൻ്റെ വാല്യൂ മൈനസ് 15. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കണേ. ഞാൻ കൊടുത്ത വാല്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള കാര്യം ഒന്നും കൂടെ പറയാം. v ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമുക്ക് എഫ് വേണം. എഫ് എന്ന് പറയുന്നത് മൈനസ് 15 ഇൻറ്റു യു എന്ന് പറയുന്നത് മൈനസ് 25 ഡിവൈഡഡ് ബൈ യു മൈനസ് 25 മൈനസ് എഫിൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് 15 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് 15 ഇൻറ്റു 25, ഫസ്റ്റ് 15 ഇൻറ്റു 25 ചെയ്യുമ്പോൾ നമുക്ക് 375 എന്ന് കിട്ടും. 375. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ടും മൈനസാണ്. മൈനസ് 15 ഇൻറ്റു മൈനസ് 25, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിരിക്കും. അപ്പോൾ ആദ്യം ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ സൈൻ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വി ഒബ്റ്റെയിൻ 375 ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ നോക്കിയേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. മൈനസ് 25 മൈനസ് 15. ഇതെങ്ങനെയാണ് ചെയ്യുക? മൈനസ് 25, ഈ മൈനസ് പ്ലസ് ആകും, പ്ലസ് 15. അതായത് തൊട്ടടുത്ത് കിടക്കുന്ന ഈ രണ്ട് മൈനസുകൾ കമ്പൈൻ ചെയ്ത് പ്ലസ് ആകും. മൈനസ് 25 പ്ലസ് 15. ഓക്കെ, മൈനസ് 25 പ്ലസ് 15 ചെയ്യുമ്പോൾ ഒന്ന് മൈനസ്, മറ്റേത് പ്ലസ് ആണ്. ദെർഫോർ വി വാണ്ട് ടു ആഡ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ സബ്ട്രാക്ട് ദിസ്. ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക? മൈനസ് 25 പ്ലസ് 15, 25 നിന്ന് 15 സബ്ട്രാക്ട് ചെയ്യുക. 25 നിന്ന് 15 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 ആൻസർ കിട്ടും, ഇല്ലേ? 10 ആൻസർ കിട്ടും. ആ 10 ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സൈൻ നമ്മൾ നോക്കണം. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ഓക്കെ, ബിഗ് ഡിജിറ്റ് എന്ന് പറയുന്നത് 25 ആണ്. അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? മൈനസ് 10. മൈനസ് 25 പ്ലസ് 15 ചെയ്യുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അപ്പോൾ 10 കിട്ടും. വലുത് 25, അതിൽ നിന്നും 10 കുറച്ചാൽ, അതിൽ നിന്നും 15 കുറച്ചാൽ 10 കിട്ടും. എന്നിട്ട് നമ്മൾ വലിയ ഡിജിറ്റിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ മൈനസ് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, വിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. 375 ഡിവൈഡഡ് ബൈ 10. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 37.5 എന്ന് കിട്ടും. ബട്ട് താഴെ മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ മൈനസ് 37.5 എന്നായിരിക്കും നമ്മളുടെ ആൻസർ. മൈനസ് 37.5. അപ്പോൾ ആ ആൻസർ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, ജസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. മൈനസ് 37.5. അപ്പോൾ വിൻ്റെ ആൻസർ നമുക്ക് കിട്ടി മൈനസ് 37.5 സെൻറ്റിമീറ്റർ ഈസ് വി. ഓക്കെ, ഇനി അത് ഇവിടെ ക്ലിയർ ആണോ നോക്കണം. നോക്കിയേ, ഇത് മുതൽ ഇതുവരെ 15, ഇത് മുതൽ ഇതുവരെ 30. അങ്ങനെയാണെങ്കിൽ ഇത് മുതൽ ഇതുവരെ, അതായത് ഇമേജ് ഫോം ചെയ്തത് വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയുണ്ടാവുക? 37.5 ആയിരിക്കും. 30 കഴിഞ്ഞാൽ 37.5. ബട്ട് ഒരു കാര്യമുണ്ട്, ഇവിടെയുള്ള ഡിജിറ്റുകളൊക്കെ ഏതാണ്ടാവുക? മൈനസ് ആണ്. ഇങ്ങോട്ടുള്ളത് മൈനസ് 15, ഇങ്ങോട്ടുള്ളത് മൈനസ് 30, ഇങ്ങോട്ടുള്ളത് മൈനസ് 25, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് മൈനസ് 37.5. ഇനി നമുക്കതിൻ്റെ നേച്ചർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. നേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഹൗ വി ക്യാൻ ട്രൈ ദ നേച്ചർ? ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആണ്, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് HI ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഹൈറ്റ് ഓഫ് ഇമേജ്. ഹൈറ്റ് ഓഫ് ഇമേജ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു കാര്യം, ഓക്കെ, ഇതിൽ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്ത നെക്സ്റ്റ് പേജിലോട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണേ. ഫസ്റ്റ് HI നമുക്ക് കണ്ടുപിടിക്കണം. വി വാണ്ട് ടു ഫൈൻഡ് HI. HI കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഇക്വേഷൻ വേണ്ടേ HI കണ്ടുപിടിക്കാൻ? യെസ്, HI ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, അതായത് ഹൈറ്റ് ഓഫ് ഇമേജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്വേഷനാണ് M ഈസ് ഈക്വൽ ടു HI ബൈ HO എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് എമ്മിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ബട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എം കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, മാഗ്നിഫിക്കേഷൻ. വാട്ട് ഈസ് ദാറ്റ്? മൈനസ് V ബൈ U.
അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്, അതായത് രണ്ടും മാഗ്നിഫിക്കേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ്. എം ഈക്വൽ ടു HI/HOയും എം ഈക്വൽ ടു -V/യും സെയിം തിങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ദെർഫോർ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനെയും ഇക്വേറ്റ് ചെയ്യാം. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. വി ക്യാൻ റൈറ്റ് HI/HO ഈസ് ഈക്വൽ ടു -V/U എന്ന് ഞാനതിനെ മാറ്റി എഴുതി. അതായത് എം ഈക്വൽ ടു HI/HO ഇത് എം ആണ്, എം ഈക്വൽ ടു -V/U രണ്ടും സെയിം ഇക്വേഷനാണ്, സെയിം സംഗതി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ദെർഫോർ HI/HO ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് -V/U. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂസ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്താൽ മതി. HIയുടെ വാല്യൂ അതിനകത്തില്ല, അതുകൊണ്ട് HI എന്ന് തന്നെ കൊടുക്കുക. HOൻ്റെ വാല്യൂ ഗിവൺ ആണ്. HO, what is HO? 4 cm. 4 ഈസ് ഈക്വൽ ടു മൈനസ്, ആ മൈനസ് അവിടെ ഉണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V? V ഈസ് ഈക്വൽ ടു -37.5. -37.5. ഓക്കെ, അവിടെ രണ്ട് മൈനസ് വന്നിട്ടുണ്ട്. ഒന്നിവിടെ ഓൾറെഡി ഉള്ള മൈനസ് ആണ്, മറ്റേത് എന്താണ് ഈ വിൻ്റെ മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. HO ഈസ് ഈക്വൽ ടു 4 cm. ദെൻ V ഈസ് ഈക്വൽ ടു -37.5 and U ഈസ് ഈക്വൽ ടു -25 cm. ഓക്കെ, അപ്പോൾ മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഈ മൈനസ് ഇവിടെ കൊടുത്തു. ഇനി ഈ മൈനസ് എങ്ങനെയാണ് വന്നത്? ഇറ്റ്സ് അലോങ് വിത്ത് ദ V. ഇത് വിൻ്റെ മൈനസാണ്. -37.5 ഡിവൈഡഡ് ബൈ, ഇനി യുവിൻ്റെ വാല്യൂ എത്രയാണ്? -25. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മൈനസും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താണ് അവിടെ ഉണ്ടാവുക? HI ഈസ് ഈക്വൽ ടു, ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യാം, ബട്ട് ഈ മൈനസ് ഇവിടെ ബാക്കിയുണ്ടല്ലേ, -37.5 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 4 എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുന്നുണ്ടാവുക? ഓക്കെ, 37.5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് 37.5 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 25. ബട്ട് ഈ മൈനസ് മറക്കരുത്, ഇവിടെ ഓൾറെഡി മൈനസ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ HI ഈസ് ഈക്വൽ ടു -150 ഡിവൈഡഡ് ബൈ 25. ഇനി നോക്കിയേ, 150 ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ HI ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എന്താ കിട്ടുന്നുണ്ടാവുക? 6. ബട്ട് ഈ മൈനസ് മറക്കരുത്, അപ്പോൾ ആൻസർ എന്താ കിട്ടുക? -6 cm എന്ന് കിട്ടും. ഓക്കെ, -6 cm. ഇവിടെ മൈനസ് കിട്ടാനുള്ള കാരണം ഇമേജ് ഇൻവേർട്ടഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ HI ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? -6 cm. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. വെരി സിമ്പിളാണ്, ഈസിയാണ്. ജസ്റ്റ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. കൂടുതൽ പ്രോബ്ലം തരുന്നതായിരിക്കും. ഓക്കെ.